നമസ്കാരം, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഒരു ചിക്കൻ മോമോ ആട്ടോ തയ്യാറാക്കാൻ പോകുന്നത്. ടിബറ്റിയൻ മോമോ ആണ്. ഒതന്റിക് വേലാട്ടോ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. നല്ല ജ്യൂസി ആയിരിക്കും കേട്ടോ, ഉള്ളിൽ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ചിക്കൻ മോമോക്ക് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്കൊരു ഫില്ലിംഗ് ഉണ്ടാക്കാം. ആ ഫില്ലിങ്ങിന് വേണ്ടി ഞാനിവിടെ ഒരു 250 ഗ്രാം ചിക്കനാണ് എടുത്തത്. അതിൽ 125 ഗ്രാം ഉള്ളി, അതായത് വലിയൊരു സവാള, ചെറുതാണേ 2 എണ്ണം, ഒരു പിടി മല്ലിയില, പിന്നെ 1/2 ടേബിൾ സ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി. ഇനി നമുക്ക് ഇത് 4ഉം കൂടെ ഒന്ന് അരച്ചെടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് അരച്ചെടുത്ത് വരാം. നമ്മുടെ മോമോൻ്റെ ഫില്ലിംഗ് ഇവിടെ റെഡിയാണ്. ഇത് ഞാൻ ക്രഷ് ചെയ്ത് നമ്മൾ മിക്സിയിലിട്ട് പൾസ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ആദ്യം തന്നെ നിങ്ങൾ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് ചെറുതായിട്ട് അരയണേ. ഈ ഒരു രൂപത്തിലേക്ക് എടുത്തിട്ടുണ്ട്. ഇതിവിടെ ഒരു ഡോ ഉണ്ടാക്കണം ഇതിൻ്റെ സ്കിന്നിന് വേണ്ടി, മോമോക്ക് വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ്, അതായത് 250 ഗ്രാം മൈദ ആണ് എടുത്തത്. അതിലേക്ക് ഞാൻ ഒരു മുട്ട ചേർക്കുന്നു, ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുന്നു. ഇനി ഇതൊന്ന് നമ്മൾ ഭൂരിക്കൊക്കെ കുഴയ്ക്കുന്നത് പോലെ വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുക്കാം. മൈദ നന്നായി കുഴച്ച് ഞാൻ ഭൂരിൻ്റെ ഒക്കെ ബോൾ പോലെ ആക്കിയിട്ട് ഇതിനി ഒന്നായിട്ട് നമുക്ക് പരത്തി എടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ. പരത്തിയെടുക്കുക, ഭൂരിക്കൊക്കെ പരത്തുന്ന പോലെ. ഇവിടെ ചെറുതായിട്ട് ഭൂരിയൊക്കെ പരത്തി വെച്ചിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. അതിൻ്റെ മുമ്പ് നമുക്കിത് സ്റ്റീം ചെയ്താണ് എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് സ്റ്റീമർ വെക്കാം. സ്റ്റീം നമ്മൾ സാധാ വെള്ളത്തിലല്ല കേട്ടോ സ്റ്റീം ചെയ്തെടുക്കുന്നത്, അത് ഒരു സ്റ്റോക്കിലാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ എടുത്ത ചിക്കൻ്റെ എല്ലുണ്ട്, ആ എല്ലും ഈ കേബേജ് രണ്ടും നമ്മൾ സ്റ്റോക്ക് ചെയ്യും. അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റീമറിലെ വെള്ളത്തിലേക്ക് ഈ കേബേജും ഇടും, അതേപോലെ ഈ ചിക്കനും ഇടും. ഈ രണ്ടിലാണ് കേട്ടോ നമ്മൾ എന്ത് ചെയ്ത് സ്റ്റീം ചെയ്തെടുക്കുന്നത്. ഓക്കെ, ഇതിന് ഇവിടുന്ന് സ്റ്റോക്ക് ആവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഫില്ല് ചെയ്തെടുത്തിട്ട് മോമോ ഉണ്ടാക്കിയെടുക്കാം. ഞാനിതാ ഒരു പൂരി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു സ്പൂണ് നേരത്തെ ഉണ്ടാക്കി വെച്ച ഫില്ലിങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മേലെ ഒരു 1/4 ടീസ്പൂണ് ബട്ടർ, 1/4 ടീസ്പൂൺ മതി കേട്ടോ. അപ്പം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അതുകൂടി ഇതിൻ്റെ മേലേക്ക് വെച്ചെടുക്കാം. എന്നിട്ട് ഇതൊന്ന് റൗണ്ടിലേക്ക് മാറ്റിയെടുക്കാം. ഇങ്ങനെ വെച്ചാൽ മതി കേട്ടോ. അതാ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ തുടങ്ങി ഇതേപോലെ ഒട്ടിച്ചെടുക്കാം. ഓക്കെ, എന്നിട്ട് എല്ലാ ഭാഗവും നമ്മളിങ്ങനെ ചെയ്ത് കണ്ടോ, ഇങ്ങനെ ഇട്ടില്ലേ. എന്നിട്ട് ഇതൊന്ന് നമുക്ക് പ്രസ് ചെയ്തെടുക്കാം. അതാ നന്നായി പ്രസ് ചെയ്യാനല്ലേ പുറത്തേക്ക് പോരും സ്റ്റീം ചെയ്യുന്ന സമയത്ത്. ഓക്കെ, ഇതുപോലെ ചെയ്ത് ഇനി നമുക്ക് 2 ഷേപ്പിലും ഇതേപോലെ ബാക്കിയുള്ളതും കൂടി ചെയ്തെടുക്കാം കേട്ടോ. ഇത് ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് സൈഡൊന്ന് പ്രസ് ചെയ്തെടുക്കാം. ഓക്കെ, സൈഡ് പ്രസ് ചെയ്തിട്ട് നമുക്ക് എന്നിട്ട് ഇതിങ്ങനെ എടുക്കുക, ഇവിടെ ഒട്ടിച്ചെടുക്കുക. ആ ഒരു രീതിയിൽ ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുക കേട്ടോ. സാരീൻ്റെ ഒക്കെ പ്ലീറ്റ് എടുക്കൂല നമ്മൾ, അതേപോലെ ബാക്കോട്ട് എടുത്തിട്ട് ഈ സൈഡിലേക്ക് ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് പോകാം. നിങ്ങൾക്കിനി വേറെ ഏതെങ്കിലും ആണോ ഈസി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതും ചെയ്തെടുക്കാം കേട്ടോ. ഇതിങ്ങനെ വെച്ചിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഇങ്ങനെ എന്നിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കാം. ഓക്കെ, ഇത് സ്റ്റീം ചെയ്തെടുക്കാം. ഇവിടെ സ്റ്റീമർ റെഡി ആയിട്ടുണ്ട്, നല്ലെണ്ണം തിളച്ചുണ്ട്. പിന്നെ നമ്മളെ സ്റ്റോക്കിൻ്റെ മേലെ നമ്മൾ ഉണ്ടാക്കി വെച്ച ഇത് വെച്ചെടുക്കുക. ഈ സ്റ്റോക്ക് നമുക്ക് ലാസ്റ്റ് സൂപ്പായിട്ട് ഉപയോഗിക്കാം കേട്ടോ. കുരുമുളക് ഉപ്പൊക്കെ ഇട്ടിട്ട് ഇതൊന്ന് നമ്മളെ മോമോസ് ഒന്ന് 10-15 മിനിറ്റ് ഇതിലൊന്ന് വെന്ത് വരട്ടെ. നമുക്ക് ഇതിന്
ഒരു ഡിപ്പ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു 5 വറ്റൽമുളക് ചെറിയ ചൂടുവെള്ളത്തിൽ ഒരു 15 മിനിറ്റ് നേരം സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഒരു തക്കാളി, ഇത് നല്ല പഴുത്ത എടുത്തോളൂ കേട്ടോ, ഒരു തക്കാളിയും പിന്നെ കുറച്ച് ഓയിലും സൺഫ്ലവർ ഓയിലും കൂടി ചേർത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് അരച്ചെടുക്കാം. നമ്മുടെ മോമോ ഇവിടെ റെഡി ആയിട്ട് ഞാൻ തീ ഓഫ് ചെയ്ത് ഇനി നമുക്ക് അതെടുക്കാം. കണ്ടോ, നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മളെ മോമോ ആട്ടോ അത് നന്നായി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. ഓക്കെ, ആരും ഉണ്ടാക്കാൻ മറക്കല്ലേ, കമൻറ്റ് ചെയ്യാനും. താങ്ക് യു.